ഹലോ ഡിയേഴ്സ്, എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണല്ലേ മസാല ദോശ. അപ്പോൾ ഇന്ന് ഞാൻ മസാല ദോശയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ രണ്ട് രീതിയിൽ മസാല ദോശ ഉണ്ടാക്കും, ബീട്രൂട്ട് ചേർത്തിട്ടും ബീട്രൂട്ട് ചേർക്കാതെ. അപ്പം ഞാൻ ഇന്ന് ബീട്രൂട്ട് ചേർത്ത മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ട്, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു 4 ഉരുളക്കിഴങ്ങും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായി വെന്തുടഞ്ഞു വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഉരുളക്കിഴങ്ങ് കുറച്ച് കടിക്കാൻ കിട്ടിയാലും കുഴപ്പമില്ല. ഇനി നമുക്കതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 3 വിസിൽ ഞാൻ വരുത്തിയെടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് കുക്കായി കിട്ടി. പിന്നെ ഓരോ കുക്കറിൻ്റെ വേവ് വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അത് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് സവോള വേണം, പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. ഇഞ്ചി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ്. നമുക്കതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുകും അതുപോലെ ഉഴുന്നാണ് ചേർക്കേണ്ടത്. ഉഴുന്ന് മുഴുവനെയുള്ള ഉഴുന്ന് തന്നെ ചേർക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനിയിപ്പം മുഴുവനെയുള്ള ഉഴുന്നില്ലെങ്കിൽ നമുക്ക് പരിപ്പായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഉഴുന്ന് ഒത്തിരി നിറമൊന്നും ചേഞ്ച്, അതായത് കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് നിറം ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് സവോളയും കൂടെ ചേർക്കാം കേട്ടോ. സവോള അരിയുന്ന സമയത്ത് കനം കുറച്ച് നമ്മൾ അരിയരുത്, കുറച്ച് കട്ടിയിൽ തന്നെ ഇരിക്കണം കേട്ടോ. ഇനി ഇത് ഒത്തിരി വഴന്ന് കുക്കായി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് ഈ ഉള്ളി വഴറ്റിയയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഇവിടെ എല്ലാവർക്കും കുറച്ച് കുഴഞ്ഞിരിക്കുന്ന മസാലയാണ് ഇഷ്ടം. ഈ വെള്ളം ഒഴിക്കുന്നത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കുഴഞ്ഞിരിക്കുന്ന മസാല നമുക്ക് റെഡിയാണ്. ഉപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എനിക്ക് കറക്റ്റ് ഉപ്പായിരുന്നു. ഇനി കുറച്ച് മല്ലിയിലയും കൂടി അങ്ങ് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ബീട്രൂട്ട് കഴിക്കാത്ത പിള്ളേരെ കഴിപ്പിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ്. ഈ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് അവിടെ ഉണ്ടാവുകയില്ല, എന്നാൽ നല്ല ഹെൽത്തിയാണ് കേട്ടോ. ബീട്രൂട്ട് നമ്മൾ കഴിക്കുകയും ചെയ്തോളും. ഇനി നമുക്ക് കട്ടി കുറച്ച് ഒരു ദോശ അങ്ങ് പരത്തിയെടുക്കാം. നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് കൊടുക്കണം. അപ്പം നെയ്യ് ഒഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ നെയ്യില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചേറെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ മസാല അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മസാലയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളിൽ ഫില്ല് ചെയ്യാം, കുറവോ കൂടുതലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ദോശ. ഇന്ത്യൻ കോഫി ഹൗസിലാണ് നമ്മൾ കൂടുതൽ ഈ ബീട്രൂട്ട് ഇട്ട മസാല ദോശ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പിള്ളേരൊക്കെ ബീട്രൂട്ട് കഴിക്കാത്ത പിള്ളേരെ കഴിപ്പിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഇത്. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു കളർഫുൾ ആയിട്ടുള്ളതൊക്കെ കാണുമ്പം അവരെന്തായാലും കഴിക്കുകയും ചെയ്തോളും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ബൈ.